ഹായ് ഡിയേഴ്സ്, അസ്സാം വലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മലബാറിൻ്റെ സ്വന്തം ഉന്നക്കായുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഉന്നക്കായ കാണാൻ നല്ല മൊഞ്ചുള്ള ഒരു സ്നാക്സാണ് ഉന്നക്കായ. പിന്നെ അത് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. പിന്നെ ഉണ്ടാക്കിയെടുക്കാൻ വലിയ മെനക്കേടൊന്നുമില്ല. അത് നമ്മളൊന്ന് നന്നായി ശ്രദ്ധിച്ചുണ്ടാക്കിയാൽ മതി. പിന്നെ അതിൽ വെള്ളം കൂടുന്ന പ്രശ്നങ്ങൾ വരുമ്പോഴാണ് ചിലപ്പോൾ അത് ശരിക്കും കറക്റ്റ് ഇതുപോലെ ടെക്സ്ചർ കിട്ടാണ്ടാവുക. അപ്പോൾ പിന്നെ അതിൻ്റെ ഫില്ലിങ്സ് ആണ് കേട്ടോ അതിൻ്റെ ഹൈലൈറ്റ്. അതിനുള്ളിലത്തെ തേങ്ങ പിന്നെ നട്ട്സൊക്കെ കൂടിയിട്ട് വരുമ്പോൾ നല്ല ടേസ്റ്റാണ്. പിന്നെ ഞാൻ ഇതിന് വേണ്ടിയിട്ട് 3 നേന്ത്രപ്പഴം എടുത്തിട്ട് ഇത് അതുപോലെ മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഇനി നമുക്ക് ആവിയിൽ വേവിക്കുക. ആവിയിൽ വേവിക്കുമ്പോൾ വെച്ചാൽ അധികം വെള്ളമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ആവിയിൽ ഒരു ഇഡ്ഡലി തട്ടിലിൻ്റെ ആവിയിലിട്ടിട്ട് വേവിക്കുകയാണ് നല്ലത്. എന്നിട്ട് ഇതതുപോലെ അതിൻ്റെ കറുത്ത സീഡൊക്കെ കളഞ്ഞിട്ട് അത് നന്നായിട്ട് അതിൻ്റെ മേലത്തെ ആരൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് ഇതൊന്ന് ഉടച്ചെടുക്കണം. ഒരു കട്ട പോലും ഇല്ലാണ്ട്, അതായത് പഴത്തിൻ്റെ ഒരു കഷ്ണം പോലും ഇല്ലാണ്ട് നന്നായി കുഴച്ചെടുക്കുക. ഇനി ഇതിലെങ്ങാനും വല്ല വെള്ളം അല്ലെങ്കിൽ പഴം നല്ല മൂപ്പൊക്കെ ആയതാണെങ്കിൽ നമുക്കതിൽ കുറച്ച് അരിപ്പൊടി ഇട്ടിട്ട് അതൊന്ന് ടൈറ്റാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. കുറച്ച് കഴിഞ്ഞ് കൂടിയാലും വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് ഉണ്ടെങ്കിൽ കൂടിയിട്ട് നിങ്ങൾ ബദൽ. അപ്പോൾ അതതുപോലെ കയ്യിലൊട്ടി പിടിക്കാത്ത രീതിയിൽ ഇങ്ങനെയാണ് നമുക്കതിൽ ലാസ്റ്റ് കിട്ടാൻ. അപ്പോൾ എന്നിട്ട് അതിലേക്ക് കുറച്ച് അരക്കപ്പ് തേങ്ങ, അത് ഞാൻ 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് കപ്പ് തേങ്ങ അതിലിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ഒന്ന് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരുപാട് ഇട്ടിട്ട് ഇതാക്കൊന്നും വേണ്ട, ജസ്റ്റ് അതിൻ്റെ കളറൊന്ന് ചേഞ്ച് ആണ് വരെ. പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് ഏലക്ക പൗഡറും പിന്നെ 4 ടീസ്പൂൺ പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ അണ്ടിപ്പരിപ്പും മുന്തിരിയും നമുക്ക് എന്ത് നട്ട്സ് വേണമെങ്കിലും ഇടാം കേട്ടോ. അപ്പോൾ ഞാൻ ഡ്രൈ ഫ്രൂട്ട്സ് എന്ത് വേണമെങ്കിലും ഇടാം. അപ്പോൾ ഞാൻ എന്നിട്ട് ഇതുപോലെ ഒന്ന് ഒരു ബോളാക്കിയിട്ട് അതൊന്ന് കൈ വെച്ചിട്ട് പരത്തിയെടുക്കുക. അത് കഴിയുമ്പോൾ കുറച്ച് നെയ്യ് തടവിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാകുമ്പോൾ തീരെ ഒട്ടി പിടിക്കില്ല. എന്നിട്ട് അതിതുപോലെ കൈ വെച്ചിട്ട് ഒന്ന് പരത്തിയെടുത്തിട്ട് ഈ ഫില്ലിങ്സ് ഉണ്ടല്ലോ, ആ ഫില്ലിങ്സ് അതിലിട്ടിട്ട് നന്നായി ഒന്ന് ചേർത്ത് വെക്കുക. ഒരുപാട് ഫില്ലിങ്സ് നിറയ്ക്കേണ്ട, ഇതുപോലെ കുറച്ച് ചേർത്തിട്ട് 1 ടീസ്പൂൺ എങ്ങാനും ചേർത്തിട്ട് പിന്നെ അതൊന്ന് നന്നായി മടക്കി കൊടുത്തിട്ട് പിന്നെ അതൊന്ന് റോൾ ചെയ്ത് ഷേപ്പാക്കി കൊടുക്കുക. ഉന്നക്കായക്കെന്ന് പറഞ്ഞാൽ സൈഡ് അറ്റം കൂർത്തിട്ടിരിക്കണം, അതായത് അറ്റം അധികം തടിയില്ലാണ്ട് നടുഭാഗം കുറച്ചൊന്നും വീർത്തിട്ടിരിക്കണം. അങ്ങനെയാണ് ഉന്നക്കായുടെ ഷേപ്പ്. നമ്മൾ കായയുടെ ഒക്കെ ഷേപ്പ് പോലൊക്കെ തന്നെ. അപ്പോൾ അതുപോലെ ഇതുപോലെ ഒന്ന് നന്നായി ഇനി ഷേപ്പാക്കി അങ്ങനെ കൈ വെച്ച് ഇങ്ങനെ ഉരുട്ടി വന്നാൽ അത് ഷേപ്പാവും. ഇത് വെള്ളത്തിൻ്റെ പ്രശ്നമാണ് ഇപ്പോൾ എല്ലാവർക്കും ഇതിൽ കംപ്ലൈൻറ്റ് എപ്പോഴും ഉന്നക്കായ ഉണ്ടാകുമ്പോൾ പറയാനുള്ളത്. അപ്പോൾ അത് ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ പറഞ്ഞ പോലത്തെ മെത്തേഡ് ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിളാണ്. അപ്പോൾ അത് എല്ലാവർക്കും ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതുപോലെ നല്ല ഷേപ്പിന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് ബാക്കിയുള്ളതും കൂടിയിട്ട് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇതിൻ്റെ ഫില്ലിങ്സിൽ നമുക്ക് ബദാം, ഈ പിസ്ത, ഈത്തപ്പഴം അതൊക്കെ ഉണ്ടെങ്കിൽ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയിട്ടാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതൊരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്യുമ്പോൾ ഒരുപാട് തീയിലിട്ട് കത്തി കഴിക്കണ്ട, ഒന്ന് മീഡിയം ഫ്ലെയിമിലാക്കിയാൽ മതി കേട്ടോ. ചട്ടി നല്ല ചൂടായ ശേഷം എണ്ണയിലിട്ടിട്ട് പിന്നെ ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയാൽ മതി. എന്നിട്ട് പിന്നെ തിരിച്ചും മറിച്ചിട്ടിട്ട് കൊടുത്ത് പിന്നെ ഇത് ഒരുപാട് ഇട്ടിട്ട് ഇങ്ങനെ ഇതാക്കൊന്നും വേണ്ട. ഒന്ന് കളർ ചേഞ്ച് ആയി വരുമ്പോൾ നമുക്ക് അത് വറുത്ത് കോരി എടുക്കാം കേട്ടോ. കാരണം ഇത് ഓൾറെഡി കുക്കായ സാധനമാണല്ലോ, പഴവും അതിൻ്റെ ഉള്ളിലത്തെ തേങ്ങ ഇതൊക്കെ. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് മൊരിഞ്ഞ് കിട്ടി കഴിയുമ്പോൾ ഈ കളറൊന്ന് ചേഞ്ച് ആയി കഴിഞ്ഞാൽ നമുക്കതൊന്ന് മാറ്റിയെടുത്തിട്ട് വറുത്ത് കോരി എടുക്കാം. അപ്പോൾ ഇതാ ഉന്നക്കായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കഴിക്കാൻ നല്ലൊരു ടേസ്റ്റുള്ള സാധനം തന്നെയുണ്ട്. കാരണം അതിൻ്റെ തേങ്ങയും അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒക്കെ കൂടി കടിക്കുമ്പോഴൊരു ടേസ്റ്റ് ഉണ്ടല്ലോ, പിന്നെ പഴം കൂടി ആകുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് ഇപ്പോൾ ഞാൻ പറഞ്ഞ മെത്തേഡിൽ ഉണ്ടാക്കിയെടുക്കാൻ ഏത് ഉണ്ടാക്കാൻ അറിയാത്തവർക്കും ഉണ്ടാക്കിയെടുക്കാം, എളുപ്പത്തിൽ തന്നെ ചെയ്യാം. അപ്പോൾ ഇതാണ് ലാസ്റ്റ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ പ്ലീസ്. പിന്നെ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കണേ.